എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇത് ബർദനിസ എന്ന് പറയുന്നൊരു ഇലയാണ്. അപ്പോൾ നാട്ടിൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ലുലു പോയിട്ട് ഇന്നലെ മേടിച്ചിട്ട് വന്നതാണ്. ചെറിയ പൈസയേ ഉള്ളൂ. പക്ഷേ ഇതുകൊണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ വേനൽക്കാല സമയങ്ങളിൽ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ഒരു കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നമുണ്ട്. അത് മാറിക്കിട്ടും. നമ്മളിത് എടുത്തുകൊണ്ട് വന്ന് നല്ലപോലെ വെള്ളത്തിൽ കഴുകി എടുക്കണം കേട്ടോ. അതിൽ കുറച്ച് എടുക്കാവൂ. കുറച്ച് മേടിച്ചതിന് 4 ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ശകലം ഒരു പിടി എടുത്തുകൊണ്ട് നല്ലപോലെ കഴുകിയെടുത്ത് വൃത്തിയാക്കി എടുക്കുക. അതിന് ശേഷം മുറിച്ചിട്ട് 3 or 4 ആക്കി മുറിക്കുക. അന്നതിന് ശേഷം ഇപ്പം ഞാനിവിടെ കെറ്റിലാണ് ഇടുന്നത് കേട്ടോ. കെറ്റിലിട്ട് തിളപ്പിച്ചെടുക്കുക. നല്ലപോലെ തിളപ്പിച്ചെടുത്ത് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് ചൂടാറിച്ച് 2-3 വട്ടം തിളപ്പിക്കണം കേട്ടോ. ഒരു വട്ടം തിളപ്പിച്ചാൽ കൊണ്ടായില്ല, 2-3 വട്ടം തിളപ്പിക്കുക. അതിന് ശേഷം നമുക്ക് ആവശ്യാനുസരണം കുടിച്ചു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞ സാധനം പരമാവധി പൊടിഞ്ഞു പോവും. എന്നുവെച്ചാൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, അതുപോലെ ഉള്ള ആൾക്കാർക്ക് പൊടിഞ്ഞങ്ങോട്ട് പോവുകയും ചെയ്യും. എന്താ എനിക്ക് അനുഭവമാണ്. എനിക്ക് ഒരു സുഹൃത്ത് പറഞ്ഞു തന്നതാണ്. എനിക്ക് നല്ല അനുഭവമുണ്ട്. 9 സ്റ്റോൺ ഉണ്ടായിരുന്നു. ആ 9 എണ്ണം പൊടിഞ്ഞു പോയി. നല്ലൊരു മരുന്നാണ്. അതുപോലെ ചൂട് കാലങ്ങളിൽ തണുപ്പിനും വേണ്ടിയിട്ട് നല്ലതാണ്. കല്ലിൻ്റെ പ്രശ്നം തീരെ ഉണ്ടാവില്ല കേട്ടോ. കല്ലുള്ള ആൾക്കാർക്ക് പൊടിഞ്ഞു പോകാൻ നല്ലൊരു മരുന്നാണ്. പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന പ്രശ്നം കിഡ്നി സ്റ്റോൺ. അതിന് നല്ലൊരു മരുന്നാണ്. നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ഒരുപാട് പൈസ കൊടുക്കുന്നതിലും ഭേദം ചെറിയ പൈസയ്ക്ക് ഇത് മാസത്തിൽ 2-3 വട്ടം കുടിച്ചാൽ മതി. ഒരു 1.5 റിയാൽ കൊടുത്ത് കഴിയുമ്പോൾ നല്ലൊരു സാധനം കിട്ടും. അത് നമുക്കെടുത്ത് ഇതുപോലെ തിളപ്പിച്ച് ആറിച്ച് കുടിച്ചു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാവില്ല. ഉള്ളത് പൊടിഞ്ഞ് പോവുകയും ചെയ്യും. 100% പൊടിച്ചോ. എനിക്ക് അനുഭവം ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആവശ്യമുള്ള ആൾക്കാർ ഉപയോഗിച്ച് നോക്കുക, അഭിപ്രായം പറയുക, ഷെയർ ചെയ്യുക. ആവശ്യമുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെട്ട കേട്ടോ. നമ്മളെ കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെയുള്ളത് പറ്റുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉലുവ വെള്ളത്തിൻ്റെ മല്ലി വെള്ളം അതുപോലെ ഉപയോഗിക്കുക കേട്ടോ. ചൂടുകാലങ്ങളിൽ തണുപ്പിന് വേണ്ടിയിട്ട് നമുക്ക് അകത്തേക്ക് നല്ലതാണ്. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇതിനിവിടെ ബർദനീസ് ആണെന്ന് പറയാം. പക്ഷേ ഇത് നാട്ടിലുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നാട്ടിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ നോക്കിയിട്ട് കിട്ടുകയാണെങ്കിൽ ഉപയോഗിച്ചാൽ ഒരു വിംക ഡ്രൈവർമാർക്കും സാധാരണക്കാർക്കും നല്ലൊരു ഉപകാരമാകും കേട്ടോ. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.